ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. ഇതിനകത്ത് മുഴുവൻ വീഡിയോ ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കുറേ വീഡിയോ ഒക്കെ കട്ടായി പോയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റു ജസ്റ്റ് നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നോക്കി. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെജിറ്റബിൾ സാലഡൊക്കെ ഉണ്ടാക്കി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സാധനം കഴിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് കുറേ വീഡിയോസിലൊക്കെ കണ്ടതിൻ്റെ പേരിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇറ്റ്സ് ഗുഡ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു തക്കാളി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇട്ടില്ല. അപ്പം അത് കുറച്ച് വളർന്നിട്ടുണ്ട്. രാവിലെ ഒരു ഹെൽത്തി ഡ്രിങ്കൊക്കെ കുടിച്ചാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് ആക്കണം. ജീരകം, പെരുംജീരകം, ചെറുജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ചൊരു വെള്ളം, അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് കുടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു സത്തൊക്കെ അതിലേക്ക് പോകുകയുള്ളൂ. ചെറിയൊരു പനിയുണ്ട്. പിന്നെ നമ്മുടെ കുട്ടീനെ പോയി പുതപ്പെടുത്തി തലയിൽ കൂടെ മുടി കഴിച്ചു. പിന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം കുടിച്ചു. പിന്നെ സാലഡ് കഴിച്ചു. പിന്നെ പറയാൻ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതിന് മുന്നേ കഴിച്ചിട്ടില്ലാന്ന്. പിന്നെ അത് കഴിഞ്ഞ് അമ്മയ്ക്കൊരു കറ്റാർവാഴ ചെടി ഒന്ന് വെക്കാവുന്നതാണ്. അപ്പം നേരത്തെ നമ്മൾ വെച്ചിരുന്ന ചെടിയിൽ അത് കളഞ്ഞിട്ട്, അതിനകത്ത് ചെടി വളരുന്നില്ല. അപ്പോൾ അത് കളഞ്ഞിട്ട് ആ മണ്ണൊക്കെ ഒന്ന് എടുത്ത് വിട്ട് ഒന്ന് കുഴച്ചിറക്കി വിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് കറ്റാർവാഴ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിന് അതിൽ ഓൾറെഡി വെള്ളം ഉള്ളത് കാരണം നമ്മൾ പിന്നെ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. പക്ഷെ ഞാൻ ഇത് മാറ്റി കേട്ടോ. ഇതിങ്ങനെ ചെയ്തത് ഞാൻ മാറ്റിയിട്ട് പിന്നെ അത് വേറെ ആയിട്ട് കൊണ്ട് നട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കൃഷിയാവാമെന്ന് വിചാരിച്ചു. എന്താണ് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനാകാമെന്ന് വിചാരിച്ച് കുറച്ച് ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചു. പിന്നെ ഒരു പയർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടാൽ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോയ്ക്കൊന്നും കാണുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു. അപ്പം അത് കാരണം കൊണ്ടാണ് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വെച്ചത്. പിന്നെ പയറൊക്കെ കുഴിച്ച് നട്ട് വെച്ചു. പിന്നെ അതിനൊരു ബെഡ് പോലെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന് മുന്നേ ഞാൻ നട്ടതാണ് ഈ വഴുതനങ്ങ, വെണ്ടയ്ക്ക പക്ഷേ ഫുള്ള് പോയി. പിന്നെ അത് കഴിഞ്ഞ് റോസാ ചെടിയൊക്കെ നട്ടു. പിന്നെ ഞാൻ രണ്ടാമതായി മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നു. ഇതിന് മുന്നേ ഒരു വട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പം ഇടുക്കി സ്റ്റൈൽ അല്ലെങ്കിൽ കോട്ടയം സ്റ്റൈൽ മുളകിട്ട മീൻ കറിയാണ്. ആദ്യം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു. എണ്ണ ചൂടായി, കടുകിട്ട് പൊട്ടിക്കണം. ചട്ടി നന്നായിട്ട് ചൂടായി വന്നല്ലോ. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു മീൻ കറിക്ക് വരെ ഫോൺ കറി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോണെടുത്ത് മാറ്റിയതാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു 2-3 ഉലുവ ഇട്ടാൽ മതി. അതമ്മ അവിടെ ഒന്ന് പറയുന്നുണ്ട് 2-3 ഉലുവ ഇട്ടാൽ മതി എന്ന്. അപ്പം ഞാൻ 2-3 ഉലുവയൊക്കെ ഇടുന്നുണ്ട്. ഉലുവ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിട്ടുണ്ട്. അരച്ചിട്ട് ഇടാം, അല്ലാതെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം. മുളക് പൊടി, ഇതിനകത്ത് മുളക് പൊടിയാണ് ഹൈലൈറ്റ്. നല്ല നിങ്ങൾക്ക് ഏത് മുളക് പൊടിയാണോ ഇഷ്ടം ആ മുളക് പൊടി. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. അപ്പം അത് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്നും കൂടി മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഫിഷ് പൗഡർ എടുക്കാൻ പോയ സമയത്ത് ചെറുതായിട്ട് മുളക് പൊടി ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് നിർത്തി വെച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി ഇട്ടു. നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. ചെറുതായിട്ട് കരിഞ്ഞുകൊണ്ടാണ് അതിൻ്റെ നിറം ഒന്ന് ചെറുതായിട്ട് മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല റെഡ് കളറിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി എടുത്ത് വയ്ക്കണം. ഈ പുളിയാണ് ഈ മീൻ കറിയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഇത് വെച്ചതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഈ മീൻ കറി കൂട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ തിളപ്പിച്ച വെള്ളം ഒരു 2-3 കപ്പ്, നമ്മുടെ കയ്യിൽ എത്ര മീനുണ്ടോ അത് മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 കപ്പോളം വെള്ളമാണ് ഒഴിക്കുന്നത്. 2.5 കപ്പോളം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് അതിലൊരു വെള്ളം ഒന്ന് കുറച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ മറന്നു, ഉപ്പിടണം. ഉപ്പിട്ടിട്ട് വേണം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മീൻ ഇടാനായിട്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ ലാസ്റ്റ് ഇടാമല്ലോ, ഉപ്പ് കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട്.
അപ്പം നമ്മുടേത് കുറച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് ഇന്നിവിടെ മത്തിക്കറിയാണ്. അപ്പോൾ മീൻ നീളത്തിൽ അരിഞ്ഞ് വരവരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഞാനെല്ലാം മീൻ വൃത്തിയാക്കി, അമ്മയാണ് മീൻ വൃത്തിയാക്കി. പിന്നെ അതതിന് തള്ളുന്ന സമയത്ത് നമുക്ക് 2 മീൻ വറുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴിച്ച് വന്നിട്ട് അതിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് മീൻ വെച്ചിട്ട് പിന്നെ അത് വറുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഈ തിളപ്പിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിരുന്നു. പിന്നെ ഒന്ന് ഫ്രഷായി ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രഷായി ഒന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ മറന്നു. ചെറുതായിട്ടൊരു പനി വരുന്ന സൗണ്ടിൽ ഒരു ഡിസ്റ്റർബൻസ്. അപ്പം ഞാൻ പാട്ടൊക്കെ പാടി ഒരുങ്ങുന്നുണ്ട്. ഞാൻ പാട്ട് പുറത്തേപ്പിക്കാൻ നമ്മൾ കേൾപ്പിക്കുന്നില്ല. അപ്പോൾ ഒരുങ്ങിയൊക്കെ തന്നെ ഒരുങ്ങാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒഴുകുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അതേപോലെ ഒരുങ്ങുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാനായിട്ട് അതിൻ്റെ ബാക്കി കറികളുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ മറന്നുപോയി. ഞാൻ വ്ലോഗ് എടുക്കുന്ന കാര്യം മറന്നുപോയി. പിന്നെ ഈ വ്ലോഗ് 2 ദിവസത്തെ മുന്നോട്ട് വ്ലോഗാണ്. ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസത്തെ വ്ലോഗാണ്. അത് അന്ന് ഇടാനായിട്ട് പറ്റിയില്ല. ഇന്നലെ ഇടാൻ പറ്റില്ല. ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം ഫുഡ് കഴിക്കാനായിട്ട് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ചോറ്, പരിപ്പ്, മീൻകറി, തോരൻ, തൈര്. ഇത് ഇത്രയാണ് ഇന്ന്. പിന്നെ അത് കഴിഞ്ഞ് പുസ്തകം വായിക്കാം എന്ന് വിചാരിച്ച് കുറേ ബുക്ക് ഇരിപ്പുണ്ട്. ഇതിനകത്ത് 2-3 ബുക്കൊന്നും ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ച് ബുക്ക് എടുത്തു. ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ മിസ്സാണ് ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും കാണാനില്ല. അതെങ്ങനെയോ പോയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ട്യൂൺ.